രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ജാമ്യം നിഷേധിച്ചു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗൽ അജിത്ത് അവിടെ ഉന്നയിച്ച ഡിഫൻസ് ഇതൊരു കൺസെന്റോട് കൂടിയ ഒരു സെക്സ് ആണ്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും അതിന്റെ മെയിൻ പോയിന്റ് ഇത് കൺസെന്റോട് കൂടിയ ഒരു സെക്സ് ആണ്. അപ്പൊ അവിടെ റേപ്പ് നിൽക്കില്ല. സമാനമായ രീതിയിലുള്ള ജഡ്ജ്മെന്റ് ഹൈക്കോടതി, സുപ്രീം കോടതിയൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. രണ്ടാമത്, ഈ കേസിനകത്ത് BNS 89 എന്ന് പറഞ്ഞാൽ മിസ്കാരിയേജ്, ഗർഭലസിപ്പിച്ചിട്ടുണ്ടോ, അത് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് താൻ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, അത് അവർ തന്നെ ചെയ്തതാണ്. ഇതാണ് പോലീസ് അന്വേഷിക്കേണ്ട കാര്യം. ആ മിസ്കാരിയേജിന് കാരണമായ ഗുളിക, ടാബ്ലറ്റ് എവിടുന്ന് കിട്ടി, ആര് കൊടുത്തു, എങ്ങനെ കൊടുത്തു, അതിനുശേഷം അത് തന്നെയാണോ അവർ കഴിച്ചത്, അത് ഇയാൾ ബലം പ്രയോഗിച്ച് കഴിച്ചോ, അത് അയാൾ വാങ്ങിച്ചു കൊടുത്തോ, അതെങ്കിലും ആരെങ്കിലും വാങ്ങിച്ച് ഒരാളുടെ കൊടുത്തു വിട്ടോ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് 89 BNS മിസ്കാരേജ് അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. കാരണം അതിനകത്തൊരു കൃത്യത വേണം. അതേസമയത്ത് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ, റേപ്പ് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. എന്തായാലും 2 ദിവസമായിട്ട് വാദപ്രതിവാദങ്ങളെല്ലാം തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ അവിടെ നടന്നു. ജാമ്യം കിട്ടുമെന്നും കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ള വാദഗതികളുമൊക്കെ വന്നു. എങ്കിലും പൊതുവെ അതിനകത്ത് ചാനലുകളെല്ലാവരും ആ പെൺകുട്ടിയുടെ ഒപ്പം നിന്നു. അതുപോലെ കോൺഗ്രസ് പാർട്ടി ഇന്ന് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു.